ദൈവത്തിനു മുമ്പിൽ എല്ലാവരും തുല്യരല്ലയോ? അവന്റെ മുമ്പിൽ ജാതിയുണ്ടോ? അവന്റെ മുമ്പിൽ മതമുണ്ടോ? അവന്റെ മുമ്പിൽ സമ്പന്നന്മാരും ദരിദ്രന്മാർക്കും പ്രത്യേകം കാറ്റഗറി ഉണ്ടോ? ഇല്ല. അവന്റെ വചനം ഇങ്ങനെയല്ലയോ നമ്മളോട് പറഞ്ഞിരിക്കേണ്ട? ഒരുത്തം പോലും നല്ലവനില്ലെന്നല്ലയോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? അല്ലയോ സമ്പന്നനായിരിക്കുന്നവനെ നീയും നല്ലവനല്ല, അല്ലയോ ദരിദ്രനായിരിക്കുന്നവനെ നീയും നല്ലവനല്ല, അല്ലയോ ക്രിസ്തീയ മതവിശ്വാസിയെ പുരോഹിതന്മാരെ നീയും നല്ലവനല്ല, അല്ലയോ ഹിന്ദു മതവിശ്വാസിയെ നീയും നല്ലവനല്ല. പിന്നെ ആരാണ് നല്ലവൻ? നല്ലവനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ദൈവമാണ്, യേശുക്രിസ്തു മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നല്ലതല്ലാത്ത നമ്മളെ നല്ലതാക്കാനാണ് ദൈവം യേശുക്രിസ്തു മുഖാന്തരം സുവിശേഷത്തിൽ വിളിക്കുന്നത്. പക്ഷെ നിന്റെ ഉന്നത ഭാവം എവിടെ കൊണ്ടുപോകുന്നു? നിന്റെ നഗള ഹൃദയം നിന്നെ എവിടെ കൊണ്ട് നിർത്തുന്നു? അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ നഗള ഹൃദയങ്ങൾ ഒരു ദിവസം താണു പോകും. പുരുഷന്മാരെ, നിങ്ങളുടെ നഗളിച്ച കണ്ണുകൾ താണു പോകും. നിന്റെ ഉന്നത ഭാവങ്ങൾ നിലം പരിശാകുന്ന ഭയങ്കരവും വലുതുമായിരിക്കുന്ന ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഏറ്റവും അടുത്തിരിക്കിയാൽ ഒരു ശ്വാസമായിട്ട് ഒടുക്കപ്പെട്ട മനുഷ്യനെ നിന്റെ ഉന്നത ഭാവങ്ങളെ താഴ്ത്തി എന്റെ അരിക്കൽ വരുവാനാണ് കർത്താവ് പറയുന്നത്.